ഞാൻ കമറുന്നീസ സക്കീർ. ഇന്നെന്റെ കിച്ചണിലൂടെ നമുക്ക് ഇഞ്ചി മുട്ടായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 100 ഗ്രാമോളം ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അധികം അരയേണ്ട, ഒന്ന് നന്നായിട്ട് ചതുക്കി എടുക്കണം. 1/4 കപ്പോളം പഞ്ചസാര, ഒരു പിഞ്ച് ഉപ്പും 2 ഏലക്കയും പൊടിച്ചെടുത്തതാണ്. 1/4 കപ്പോളം, അതായത് 3 ടേബിൾ സ്പൂണോളം തേങ്ങ. ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. ആദ്യം ഈ ഇഞ്ചിയെ നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ വേണം ചതച്ചെടുക്കാൻ. ഒട്ടും കഷ്ണങ്ങളില്ലാതെ, എന്നാൽ നന്നായിട്ട് അരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം ചതച്ചെടുക്കാൻ. ഇനി നമുക്കൊരു പാനിലോട്ട് പഞ്ചസാര ചേർത്തിട്ട് ഒരല്പം വെള്ളം കൂടി, 3 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരല്പം വെള്ളം, 3 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് ഇതൊന്ന് അലിയിച്ചെടുക്കാം. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് പാവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചേർക്കാം, തേങ്ങയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, ചെറിയ തീയിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിനോടൊപ്പം തന്നെ ഉപ്പും ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഇതിലോട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരല്പം നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ആവശ്യമെങ്കിൽ ചേർക്കാം. നെയ്യ് ഒരല്പം നമുക്ക് ഇത് ലാസ്റ്റ് റെഡിയാക്കാനുള്ള പാത്രത്തിൽ നമുക്ക് ഒരല്പം നെയ്യ് തടവി വെക്കണം. ഇതിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ആണ്. ഇതൊന്നും ഇപ്പോൾ എവിടെയും കാണാനില്ല. നല്ല ടേസ്റ്റും വയറിന് നല്ലതുമാണ് ഇഞ്ചി. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണിത്. സോറി, ഒരു കാര്യം, ഒരു ഇൻഗ്രീഡിയൻസ് പറയാൻ വിട്ടുപോയി. 3 ടേബിൾ സ്പൂണോളം മൈദ കൂടി ഇതിലോട്ട് ചേർക്കണം. നമുക്ക് അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് 3 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒട്ടും കെട്ടാത്ത രീതിയിൽ ഇതുപോലെ മൈദയെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് പാത്രത്തിൽ നിന്നും വിട്ടുപോരുന്ന ഒരു പാകമാകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് അമർത്തി കൊടുക്കാം. ഒട്ടും അടിയിൽ പിടിക്കാതെ നോക്കണം. തീ നന്നായി കുറച്ച് തന്നെ, ലാസ്റ്റ് നന്നായി കുറച്ചിടണം. പഞ്ചസാര ഒരുപാടൊന്നും കുറഞ്ഞു പോവരുത്. അങ്ങനെ ആവുമ്പോൾ മിഠായി ശരിക്ക് ആയി വരില്ല. ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ എടുക്കുക. 1/4 കപ്പോളം എടുക്കുക. തേങ്ങ ഓപ്ഷണലാണ്, ആവശ്യമെങ്കിൽ ചേർക്കാം. നല്ല ടേസ്റ്റ് ആണ് തേങ്ങ ചേർത്താൽ, അതുകൊണ്ട് ചേർത്താണ്. ഇനി ഇതൊന്നുകൂടി ഒന്ന് വിട്ടുവരുന്ന പാകമാവുമ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പൊ നമ്മുടെ മിക്സ് പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, ഇനി നമുക്കിത് നെയ്യ് തടവി ഒരു സ്പൂണ് കൊണ്ടോ മറ്റോ ഒന്ന് അമർത്തി ഷേപ്പാക്കി കൊടുക്കാം. ഓക്കെ, നല്ല ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം നമുക്ക് മുറിച്ചെടുക്കാം.